ഇത് എൻ്റെ ഒരു കസ്റ്റമറുടെ മോൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ലെഹങ്കയ്ക്കുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അത് അവർ തന്നെ കൊണ്ടുവന്നതാണ്. പ്ലെയിൻ നെറ്റും സാറ്റിനുമാണ് സ്കേർട്ടിന്. ടോപ്പിനാണെങ്കിൽ ത്രെഡ് വർക്കും സീക്വൻസ് വരുന്ന നെറ്റാണ്. ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ രാവിലെ തൊട്ടേ എടുത്ത് വെച്ചതാണ് കട്ട് ചെയ്യാൻ. പക്ഷേ സമയക്കുറവ് കാരണം പറ്റിയില്ല. ഒരുപാട് തിരക്കായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴാണ് ഇതെടുക്കാൻ പറ്റിയത്. ഇപ്പോൾ രാത്രി സമയം 9 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതിലും മുമ്പേയൊക്കെ ഞാൻ കട ക്ലോസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ജോലി തിരക്ക് കാരണം ഇന്ന് നല്ല താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയാൽ രാവിലെ വന്ന ഉടനെ എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വന്ന ഉടനെ തന്നെ അത് തന്നെയാണ് ആദ്യം എടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റുന്നത്. കാരണം ഇതെനിക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ കൊടുത്ത് തീർക്കുകയും വേണം. പിന്നെ ഇതിൻ്റെ നെക്കാണെങ്കിൽ കുറച്ച് വൈഡായിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ. ടോപ്പിന് ബാക്കിൽ ഓപ്പണും ഇൻവിസിബിൾ സിപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്കേർട്ടാണെങ്കിൽ പ്ലെയിൻ നെറ്റ് ആയതുകൊണ്ട് ടോപ്പിൻ്റെ തുണിയുടെ മുകളിൽ പട്ടിക്ക് കൊടുത്തിട്ടാണ് സ്ട്രിപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എടുപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന് സ്കേർട്ടിന് ഒരുപാട് തുണി ഉണ്ടായിരുന്നു. 6.5 മീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ട്, നല്ല ഫ്ലെയറുള്ള പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അങ്ങനെ സ്കേർട്ട് ഫുള്ള് കഴിഞ്ഞിരിക്കുവാണ്. ഇനി അതിൽ വെക്കുന്ന കുഞ്ചലം കൂടി തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ കുഞ്ചലം കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. കാരണം പ്ലെയിൻ നെറ്റാണല്ലോ. അപ്പോൾ ടോപ്പിൻ്റെ തുണിയിൽ വേസ്റ്റ് വന്നതൊക്കെ എടുത്ത് വെച്ചിട്ട് കുഞ്ചലെല്ലാം കുറച്ച് വലിയ ഇതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വള്ളി ഉള്ളത് വെറുതെയാണ് കേട്ടോ, ഷോയ്ക്കാണ്. അത് കെട്ടാനൊന്നുമല്ല. അത് ഫുള്ള് അങ്ങനെ എടുത്തിട്ട് സ്കേർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. പിന്നെ സ്കേർട്ട് അയൺ ചെയ്യുമ്പോഴായാലും നല്ല പാടാണ്. സാറ്റിനല്ലേ, പെട്ടെന്ന് ചൂട് കയറി പിടിക്കും. അപ്പം എന്തായാലും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അതേപോലെ ആ മോൾ ഇട്ടിട്ടുള്ളൊരു പിക്കും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെയും കൂടി അത് കാണിക്കുവാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ.